ഹലോ കൂട്ടുകാരെ, ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്ലൻഡിൽ അവർ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ആക്ച്വലി ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. എപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് ആദ്യത്തെ പരിപാടി ഇതാണ്, ഈ ക്രിസ്മസ് ട്രീ ലൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ സാന്റായുടെ പരേഡും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തത് ആ വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ഈ ട്രീക്ക് അവർ ലോകത്തിലില്ലാത്ത പൈസയാണ് പറയണത്. 1.3 മില്യൺ എന്നാണ് പറയണത്. പക്ഷെ കണ്ടിട്ട് അത്രയുണ്ടെന്ന് തോന്നണമൊന്നുമില്ല. ഒരു 7:15 അങ്ങോട്ട് പരിപാടി തുടങ്ങിയിട്ട് 8:15 ട്രീ ലൈറ്റ് ചെയ്യുക. അപ്പം നമ്മളിവിടെ ഏകദേശം ഒരു 6:30-6:45 ആകുമ്പോഴേക്കും എത്തി. വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. ഈ സ്ഥലം എന്ന് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്റാ പരേഡ് അവസാനിക്കണ സ്ഥലം ഇതാണ്. ഈ ഭാഗത്താണ് സാന്റാ പരേഡ് അവസാനിക്കും. നമ്മൾ നമ്മുടെ സാന്റാ പരേഡ് എടുത്തത് അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ വെച്ചിട്ടാണ്. അവിടുന്ന് അവർ അത് വന്ന് ഈ പൊസിഷൻ വരെ പരിപാടി ഉണ്ടാവും. ഈ വഴിയാണ് നമ്മൾ സാന്റാ പരേഡൊക്കെ വരിക. ഇത് മെയിൻ ക്വീൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വലിയൊരു ബോൾ പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ കുറച്ച് പഴയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഒരു ഫയർ എഞ്ചിൻ ചീറിപ്പാഞ്ഞ് പോകണ്ടായിരുന്നു. അത് ബാങ്ക് ഓഫ് ന്യൂസിലാൻഡാണ്, BNZ എന്ന് പറഞ്ഞാൽ. ആ ക്ലോക്ക് നിൽക്കുന്ന ബിൽഡിങ്ങാണ് ബ്രിട്ടോമാർട്ട്. അത് ഇവിടുത്തെ റെയിൽവേയുടെ നെറ്റ്വർക്കിൻ്റെ മെയിൻ ബിൽഡിങ്ങാണത്. അതിൻ്റെ അടിയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. എൽഫിൻ്റെ വേഷം ഇട്ടിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ കുട്ടികളൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നിട്ടാണ് കൺട്രോൾ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ എൽഫ് ബബിൾസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ കാണാൻ നല്ല ചന്തമുണ്ട്. ആ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറി ബിൽഡിംഗ് ആണ്. അതിൻ്റെ ബാക്കിലാണ് ഫെറി. ഇവിടെ ഓക്ലൻഡിൽ നിന്ന് പല സ്ഥലത്തേക്ക് ഫെറി സർവീസ് ഉണ്ട്. ഇപ്പോൾ ബസ്സിൽ പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചില സ്ഥലത്തേക്കൊക്കെ ഫെറിയാണ് ഏറ്റവും ലാഭം. ഇപ്പോൾ ബോട്ട് സർവീസ്, കൊച്ചിയിലൊക്കെ ഉള്ള പോലെ ബോട്ട് സർവീസ്. വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലത്തെ റെസ്റ്റോറൻറ്റിൽ ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കണമൊക്കെ ഉണ്ട്.
ഇതാണ് ഞാൻ പറഞ്ഞ ഫെറി ബിൽഡിങ്. ആ കാണുന്നതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ഫെറിയിലേക്ക് കയറുക. ആ കാണുന്നത് ഓക്ലൻഡ് പോർട്ടാണ്. അവിടെ ഷിപ്പിൽ നിന്ന് കുറേ കാറുകൾ ഇറക്കിയിട്ടുള്ളത് കാണാം. ആ കാറുകളൊക്കെ ജപ്പാനിൽ നിന്ന് വരുന്ന യൂസ്ഡ് കാറുകളാണ്. ജപ്പാനീസ് കാറുകളുടെ ഒരു വൺ ഓഫ് ദ മെയിൻ യൂസ്ഡ് മാർക്കറ്റാണ് ന്യൂസിലാൻഡ്. ഈ സൈഡിൽ നിന്ന് കുറച്ച് ബിൽഡിങ്ങുകൾ എടുത്തതാണ്. ആ കാണുന്ന ബോർഡുകൾ ഫെറിയുടെ പല പല സർവീസുകൾ ഓരോ സ്ഥലത്തേക്കുള്ളതാണ്. ഇവിടെ ഒരു മാവോറിയുടെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. ട്രീ കാണാൻ നല്ല ചന്തണ്ട്. സമയം പോകും തോറും ആൾക്കാരിങ്ങനെ കൂടി തുടങ്ങി. നമ്മൾ ഉണ്ണി എൽഫിൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഒരു 7:15 കഴിഞ്ഞപ്പോഴേക്കും സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ തുടങ്ങി. പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട്.
are here right now. So what we're going to do is I want to get you guys all go crazy. I'm going to take a video, okay? Tell you what is not wrong about this sweat. Nobody stand up. 8:15 കഴിഞ്ഞപ്പോൾ പിന്നെ ട്രീ ലൈറ്റിംഗ് സെറിമണി ആയി. നമ്മുടെ ക്യാമറയുടെ ലെൻസ് അത്ര പോരാ ലോ ലൈറ്റ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇത്തിരി ഡാർക്കാണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണുക. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രീ മൊത്തമായി ലൈറ്റ് ചെയ്തു. നമ്മൾ പയ്യെ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് നടന്നു. ഇത് ചെറിയൊരു വീഡിയോ ആണ്, ഇതുകൂടെ കഴിഞ്ഞു. ചാനൽ സപ്പോർട്ട് ചെയ്യുക. ക്രിസ്മസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ ഓരോ റിലേറ്റഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അങ്ങനത്തെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ താല്പര്യമാകുമ്പോൾ വെച്ചാൽ അവർക്കും ഫോർവേഡ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി കൂട്ടുകാരെ, ഓക്കെ.